പല പുരുഷന്മാരുടെയും ഒരു സംശയം അവരുടെ ലിംഗത്തിൻ്റെ നീളം എങ്ങനെ കൂട്ടാൻ പറ്റും എന്നതിനെ പറ്റിയാണ്. പലരും അവരുടെ ലിംഗത്തിന് കുറച്ചും കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ലിംഗത്തിൻ്റെ വലിപ്പം സുരക്ഷിതമായിട്ട് വീട്ടിൽ വെച്ച് തന്നെ യാതൊരു ക്രീമോ മെഡിക്കേഷനോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ കൂട്ടാൻ പറ്റും എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഈ ലൈംഗിക പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ പുരുഷന്മാരും ലക്ഷക്കണക്കിന് മറ്റു പുരുഷന്മാരെ പോലെ അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഒരു മരുന്നിനോ മെഡിക്കേഷനോ ഹെർബൽ സപ്ലിമെൻറ്റിനോ ഒന്നും നിങ്ങളുടെ ലിംഗത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം നമ്മൾക്ക് ഇന്ന് ചൊവ്വയിലും ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലുമൊക്കെ പോകാനുള്ള സാങ്കേതിക വിദ്യയും ടെക്നോളജിയും ഒക്കെ ഉണ്ട്. പക്ഷേ സുരക്ഷിതമായിട്ട് മനുഷ്യൻ്റെ ലിംഗം വർദ്ധിപ്പിക്കാനുള്ള ഒരു ടെക്നോളജി ഇന്ന് വരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലിംഗം ടക്കനെ സ്പ്രിംഗ് കണക്കിന് വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നുള്ള പരസ്യങ്ങളിൽ കൊണ്ട് തലവെച്ച് കൊടുക്കരുത്, പൈസ പോകും. ഡെസ്പായോ? എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ലിംഗത്തിൻ്റെ വലിപ്പം സുരക്ഷിതമായിട്ട് കൂട്ടാൻ പറ്റുന്ന പല വഴികളുമുണ്ട്. എന്താണ് ആ വഴികളെന്ന് ഇനി നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങളുടെ ഗുഹ്യഭാഗത്തെ മുടി, അതായത് ഇംഗ്ലീഷിൽ പ്യൂബിക് ഹെയർ എന്ന് പറയുന്ന ലിംഗത്തിൻ്റെ മുകളിലും ചുറ്റുമുള്ള മുടി ഷേവ് ചെയ്യുകയോ ട്രിം ചെയ്യുകയൊക്കെയാണ് വേണ്ടത്. നിങ്ങളുടെ ലിംഗത്തിൻ്റെ വലിപ്പം നാച്ചുറലായിട്ട് വർദ്ധിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണിത്. പല പുരുഷന്മാർക്കും വളരെ തിക്കായിട്ടുള്ള ഒരു പ്യൂബിക് ഹെയർ ആണ് ഉള്ളത്. അത് അവരുടെ ആ ലിംഗത്തിൻ്റെ യഥാർത്ഥ വലിപ്പം പലപ്പോഴും മറച്ചു വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു ഷേവ് ചെയ്യുകയോ ട്രിം ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചതായിട്ട് തോന്നും. ഒരു കൊള്ളാവുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഷേവറോ ട്രിമ്മറോ ഒക്കെ ഉപയോഗിച്ച് ഷേവ് ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം. ഇനി രണ്ടാമത്തേത് തടി കുറയ്ക്കുക. നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഇറക്ടൈൽ ടിഷ്യൂ എന്ന് പറയുന്ന ആ കോശം, അതായത് ആ ലിംഗത്തിന് ഉദ്ധാരണത്തിന് സഹായിക്കുന്ന ആ ഒരു ടിഷ്യൂ, അത് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ പെരീനിയൽ ഏരിയ വരെ നീണ്ടു കിടക്കുന്ന ഒരു അവയവമാണ്. പക്ഷേ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ മുകളിലും പ്യൂബിക് ഏരിയയുടെ മുകളിലും ഒന്നും ഫാറ്റ് ഉണ്ടാവാൻ പാടില്ല, അതായത് കൊഴുപ്പുണ്ടാവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ തടി വയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു തടിച്ച ശരീരപ്രകൃതിയുടെ ഉടമയും ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്വാഭാവികമായിട്ടും ആ ലിംഗത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ പ്യൂബിക് ഏരിയയുടെ മുകളിൽ ഫാറ്റ് അടിയുകയും അങ്ങനെ ആ ലിംഗത്തിൻ്റെ യഥാർത്ഥ വലിപ്പം കുറഞ്ഞതായിട്ടൊക്കെ തോന്നുകയും ചെയ്യും. അപ്പം അതിന് പരിഹാരമായിട്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, വണ്ണം കുറയ്ക്കുക. ഈ വെയിറ്റ് കുറയ്ക്കുന്ന അത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ ലിംഗത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള ആ വലിപ്പം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുന്നത് വളരെയധികം സഹായിക്കും. ഇനി മൂന്നാമതായിട്ട് ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി കുറയ്ക്കുകയാണ് വേണ്ടത്. ഇത് കേൾക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടോ, എന്താണ് ഈ ഉത്കണ്ഠയും ലിംഗവലിപ്പവും തമ്മിലുള്ള ബന്ധമെന്ന്, അല്ലേ? നമ്മുടെ ലിംഗത്തിൻ്റെ മസിൽസുകളെ നിയന്ത്രിക്കുന്നത് അഡ്രിനലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഈ അഡ്രിനലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉപയോഗങ്ങളിലൊന്ന് നമ്മളുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വളരെയധികം സ്ട്രെസ്സും ഉത്കണ്ഠയും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സ്ട്രെസ്സ് വഴി നിങ്ങളുടെ ലിംഗത്തിൻ്റെ മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും നിങ്ങളുടെ ലിംഗത്തിൻ്റെ വലിപ്പം കുറഞ്ഞു പോയതായിട്ട് തോന്നുന്നതായിട്ടൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലിംഗത്തിൻ്റെ വലിപ്പം പൂർണ്ണസ്ഥിതിയിൽ ആകണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്ന് പരമാവധി ഉത്കണ്ഠയും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കുകയാണ് വേണ്ടത്. ഇനി ലിംഗവലിപ്പം കൂട്ടാനുള്ള നാലാമത്തെയും അവസാനത്തെയും വഴി റെഗുലറായിട്ട് ഉദ്ധാരണം അല്ലെങ്കിൽ ഇറക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഈ ഇറക്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണം എന്ന് പറയുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം ഇറക്ഷൻ സംഭവിക്കുമ്പോൾ രക്തം നിങ്ങളുടെ ലിംഗത്തിലോട്ട് ഒഴുകുകയും അതുവഴി നിങ്ങളുടെ ലിംഗത്തിൻ്റെ ടിഷ്യൂസിന് ഓക്സിജൻ ലഭിക്കുകയും ഒക്കെ ചെയ്യും. ഇത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ ആരോഗ്യത്തിനും നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് കൂടിയാണ്. അതുകൊണ്ടാണ് മിക്ക പുരുഷന്മാർക്കും രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴുമൊക്കെ ഉദ്ധാരണം ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ഉദ്ധാരണം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ലിംഗത്തിലോട്ടുള്ള ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയും അത് പിന്നീട് ഫൈബ്രോസിസ് എന്നും സ്കാർ ടിഷ്യൂ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് നയിക്കുകയും അങ്ങനെ നിങ്ങളുടെ ലിംഗത്തിൻ്റെ നീളം കുറയുകയും ഒക്കെ ചെയ്യും.
അതുപോലെ തന്നെ ഈ പ്രോസ്ട്രേറ്റ് സർജറിക്ക് വിധേയമായ പുരുഷന്മാരിലും ലിംഗവലിപ്പം കുറയുവാനും വേണ്ട രീതിയിൽ ഉദ്ധാരണം നടക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് പ്രശ്നങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് സുരക്ഷിതമായിട്ട് ലിംഗവലിപ്പം കൂട്ടുന്നതിനെപ്പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയമുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ വിവോക്സ്. ജസ്റ്റ് സെക്സ്, നോ ഷെയിം.